കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രക്ഷാദൗത്യത്തിനായി ബെൽഗാവിയിൽ നിന്നുള്ള 40 അംഗ കരസേന എത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, ഇപ്പോൾ സൈന്യം എത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇനി എന്തൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ? നമുക്കറിയാം, ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം നടത്തിയവരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇനി എങ്ങനെയൊക്കെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും ഈ സൈന്യത്തിന്റെ പ്രവർത്തനം? ഈ ശിരൂരിലെ ദുരന്തമുഖത്തെ സുപ്രധാന മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത്. അതായത് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന തിരച്ചിലിനെത്തുന്ന സംഘങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അർജുൻ ഓടിച്ചിരുന്ന വാഹനവും എവിടെ എന്നുള്ളത് തന്നെയാണ്. ദിവസം 6 കഴിയുന്നു, 126 മണിക്കൂറുകളാണ് ഈ അർജുനായിട്ടുള്ള ഒരു തിരച്ചിൽ തുടങ്ങിയിട്ട്. 126 മണിക്കൂറുകൾ കഴിയുകയാണ്. ഇപ്പോഴും ഒരു വ്യക്തത, അതായത് അർജുന്റെ വാഹനമോ അർജുനോ എവിടെ എന്നുള്ള കാര്യത്തിലോ, അല്ലെങ്കിൽ ഈ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർ എവിടെ എന്നുള്ള കാര്യത്തിലോ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൽ സുപ്രധാന ഒരു നീക്കം എന്ന് പറയുന്നത് 40 അംഗ സൈന്യത്തെ മേഖലയിലേക്ക് ദുരന്തമുഖത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. 40 അംഗ സംഘം ഈ ഒരു ദുരന്തമുഖത്ത് എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെയും തിരച്ചിലിന്റെയും കടിഞ്ഞാൺ സൈന്യം ഏറ്റെടുക്കുകയാണ്. ഈ NDRF-ഉം SDRF-ഉം നേവിയും സ്കൂബ ടീം അംഗങ്ങളടക്കമുള്ളവരുടെ ഒരു പ്രവർത്തനം, തിരച്ചിൽ ഏകോപിപ്പിക്കാൻ ഈ ഒരു സൈന്യത്തിന് കഴിയും. സൈന്യം മുന്നേ തന്നെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പ്രവർത്തന പരിചയമുള്ള, ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തന പരിചയമുള്ള ടീം അംഗങ്ങളെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈന്യം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന്, പ്രധാനപ്പെട്ട ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകും എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആ ഒരു ശുഭപ്രതീക്ഷയിലാണ്. അതായത് നേരത്തെ നമ്മളോട് കാർവാർ SP അടക്കം സംസാരിച്ചത് ഇന്ന് വൈകുന്നേരത്തിനകം ഈ ഒരു രക്ഷാദൗത്യം പൂർത്തിയാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവനോടെ തന്നെ അർജുൻ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികളുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ശുഭപ്രതീക്ഷ കൈവിടാതെയാണ് ഇപ്പോഴത്തെ തെരച്ചിൽ സംഘവും തിരച്ചിൽ നടത്തുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഈ ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ 7:30 മുതൽ തന്നെ ഈ ഒരു സിഗ്നൽ കണ്ട ഭാഗത്ത്, ലോറിയുടെ യന്ത്രഭാഗമെന്ന് സംശയിക്കുന്ന ഭാഗത്ത് തിരച്ചിൽ തുടങ്ങിയിരുന്നു. റഡാർ ഉപയോഗിച്ച് നേരത്തെ തന്നെ ഈ സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ 70% മണ്ണും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അത് 30 അടിയോളം നീളമുള്ള വാഹനമാണ് അർജുൻ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അവിടെ വാഹനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവശിഷ്ടമെങ്കിലും കാണേണ്ടതുണ്ട്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ അതിശക്തമായ രീതിയിൽ മണ്ണിടിഞ്ഞ് ഈ വാഹനം പതിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ്. ആ സാധ്യത കൂടി ഈ സംഘം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇനി 20% മാത്രമാണ് മണ്ണ് മാറ്റാൻ ബാക്കിയുള്ളത്. ഇനി സൈന്യം വരികയാണെങ്കിലും വലിയ യന്ത്രഭാഗങ്ങളോ അല്ലെങ്കിൽ തിരച്ചിലിന് വേണ്ടി മറ്റ് ഉപകരണങ്ങളോ ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പ്രദേശത്ത് ശക്തമായ മഴ കൂടി പെയ്യുന്നുണ്ട്. ആ ഒരു കാരണത്താൽ തന്നെ വീണ്ടും മല ഇടിയാനുള്ള ഒരു സാധ്യതയും ഈ കുന്നിടിയാനുള്ള സാധ്യതയും കണക്കിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ ഈ JCB പോലെയുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ മണ്ണ് മാറ്റാൻ ഉപയോഗിക്കാൻ കഴിയുക. അതും ഇനി 20% മാത്രമാണ് ബാക്കി. ഈ 20%-ലെങ്കിലും അർജുനെ കണ്ടെത്താനാകും. മാത്രമല്ല, ഇനി പരിശോധിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ ഒരു ചായക്കട അല്ലെങ്കിൽ ഒരു ദാപ്പ ഉണ്ടായിരുന്നു. ആ ദാപ്പയുടെ അവശിഷ്ടം പോലും ഇപ്പോൾ അവിടെ ഇല്ല. പക്ഷെ അവിടെയാണ് ഈ വാഹനങ്ങൾ അർജുൻ അടക്കമുള്ളവർ പാർക്ക് ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് സിഗ്നൽ ഉപയോഗിച്ച്, ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ആ ഒരു സ്ഥലം കൂടി ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദാപ്പ നിന്നിരുന്ന ഭാഗത്ത് കൂടുതൽ പരിശോധിക്കൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി മറ്റൊരു ഘട്ടത്തിൽ സമാന്തരമായി ഗംഗാവാലി നദിയിലും പരിശോധന നടത്തുന്നുണ്ട്. സ്കൂബ ടീം അംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ വാഹനത്തിന്റെ അവശിഷ്ടം പോലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ തിരച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം ഇന്ന് 2ാം ഘട്ടം എന്ന രീതിയിലാണ് ഗംഗാവാലി നദിയിൽ പരിശോധന നടത്തുന്നത്. പക്ഷേ ഗംഗാവാലി നദി കനത്ത മഴയിൽ കര കവിഞ്ഞ് ഒഴുകുകയാണ്. അവിടെയും വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മരം കയറ്റി 30 ടണ്ണോളം മരം കയറ്റി വന്നിരുന്ന വാഹനമാണ് അർജുൻ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ മല വന്ന് പതിക്കുകയും ഈ വാഹനം നദിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മരം പൊങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതൊന്നും, അതായത് വാഹനത്തിന്റെ അവശിഷ്ടമൊന്നും കാണാനില്ല. പക്ഷേ അവിടെ അർജുന്റെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു ടാങ്കർ ലോറി മീറ്ററുകൾക്ക് അപ്പുറത്ത് ഗംഗാവാലി നദിയിൽ ഒഴുകിക്കിടക്കുകയും അതിന്റെ ഡ്രൈവർ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഗംഗാവാലി നദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നദിയിലേക്ക് അർജുനും അർജുന്റെ വാഹനവും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ സേന പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷയിലാണ് നാട്. അർജുൻ ജീവനോടെ തന്നെ എല്ലാവരും ഒന്നടങ്കം, കേരളം ഒന്നടങ്കം, മലയാളികൾ ഒന്നടങ്കം
പ്രതീക്ഷയിൽ തന്നെയാണ്, സൈന്യത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ജീവനോടെ തന്നെ അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എങ്കിലും നേരത്തെ ഈ സൈന്യം രാവിലെ തന്നെ എത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായി സാഹചര്യത്തിൽ പിന്നീട് ഉച്ചയോടെ ഇപ്പോൾ സൈന്യം എത്തിയിരിക്കുന്നു. ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലം തന്നെയാണോ? അതായത് ഇനിയിപ്പോൾ മണ്ണിൻ്റെ ഘടന, അതുപോലെ തന്നെ കാലാവസ്ഥ, കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത, ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണ്ടേ ഇനി ഇവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ? തീർച്ചയായും ശ്രുതി, പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെയാണ്. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ദേശീയപാത, ആ ദേശീയപാതയുടെ വലതുഭാഗത്താണ് ഗംഗാവാലി നദി സ്ഥിതി ചെയ്യുന്നത്. അത് കരകവിഞ്ഞൊഴുകുകയാണ്. മറുഭാഗത്താണ് ഈ ശിരൂരിലെ ഈ കുന്നിടിഞ്ഞ ഭാഗം, മറുഭാഗത്ത്. അങ്ങനെയാണ് ഈ ദേശീയപാത സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് വശത്തും സമാന്തരമായാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സൈന്യം രാവിലെ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം ഈ സൈന്യത്തിനോട് അനുമതി ചോദിക്കുകയും സൈന്യം ഈ മേഖലയിലേക്ക് എത്താമെന്ന് സമ്മതം മൂളിയതുമാണ്. പക്ഷേ 2 മണിക്ക് ശേഷമാണ് ഇപ്പോൾ സൈന്യം എത്തിയിട്ടുള്ളത്. ഇനി സൈന്യം അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് ഈ NDRFന്റെയും SDRFന്റെയും നേവി, സ്കൂബ അംഗങ്ങളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ദ്രുതഗതിയിലുള്ള ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി സൈന്യം മുന്നോട്ടൊരുങ്ങുക. അതിനുള്ള തുടക്കങ്ങളാണ് ഇപ്പോൾ മേഖലയിൽ കണ്ടുവരുന്നത്. പക്ഷേ ശക്തമായ മഴ, കഴിഞ്ഞ രാവിലെയൊക്കെ കുറച്ച് മഴ കുറവുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ശക്തമായ മഴ പെയ്യുകയാണ്. ഈ മഴ കൂടുന്നതോടുകൂടി തന്നെ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വീണ്ടും കുന്നിടിയാനുള്ള ഒരു സാധ്യത. അതായത് ചളി അടക്കമുള്ള ഈർപ്പം അധികമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ JCB അടക്കം പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും കുന്നിടിയാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുന്നു. അത് രക്ഷാപ്രവർത്തകർ അടക്കം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ മഴയത്തും രക്ഷാപ്രവർത്തനം നിർത്തുന്നില്ല. മറിച്ച് വലിയ സമ്മർദ്ദം രക്ഷാപ്രവർത്തകരുടെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്തുക. 6 ദിവസം കഴിയുകയാണ്. ഇപ്പോഴും അർജുന്റെ കുടുംബം ഏതെങ്കിലും തരത്തിൽ അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. നാട് കാത്തിരിക്കുന്നത്, കേരളം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുക, വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗംഗാവാലി നദിയുടെ ഒരു പ്രദേശത്ത് വിനോദസഞ്ചാരത്തിനടക്കം ഈ ബോട്ട് സവാരി അടക്കം നടത്തുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അത് ഈ ദാപ്പയുടെ ചായക്കട, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചായക്കട, തകർന്ന ചായക്കടയുടെ ഒരു വശത്താണ് ഈ വിനോദസഞ്ചാരത്തിന് ബോട്ടുകളടക്കം ഉപയോഗിക്കുന്ന ഒരു ഭാഗം. ഇനി അവിടെ ഈ ചളി പുതഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള പരിശോധനകൾ കൂടി നടത്തുന്നുണ്ട്. അവിടെ ഡ്രിഡ്ജിംഗ് നടത്തിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ, വ്യക്തത വരികയുള്ളൂ. അതിന് ഡ്രിഡ്ജിംഗ് നടത്താനുള്ള സംവിധാനങ്ങളടക്കം സേന എത്തിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ എന്ന് പറയുന്നത് സുപ്രധാനമാണ്. കാലാവസ്ഥ അനുകൂലമാകാനുള്ള ആകണമെന്നുള്ള ശുഭപ്രതീക്ഷ കൂടി നമ്മൾ പങ്കുവെക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ കൂടി ആ ഒരു തരത്തിൽ അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകും. അത് ജീവനോടെ തന്നെ കണ്ടെത്തുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്, തിരച്ചിൽ സംഘത്തിനുണ്ട്. അതായത് ഈ ബെൻസ് വാഹനത്തിന്റെ അടക്കം പ്രത്യേകതകളടക്കം ഈ ടെക്നിക്കൽ വിദഗ്ധരടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ, അതിന് ഇപ്പോൾ ഏകോപനം നൽകുന്നത് ആർമിയാണ്. ആ സൈനിക സംഘമെത്തി, 40 അംഗ സൈനിക സംഘമെത്തി മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിൽ വലിയ ഏകോപനം മേഖലയിൽ നടക്കുന്നു. MLAയും മലയാളി ദൗത്യ സംഘം അടക്കം ഇപ്പോൾ പ്രദേശത്തുണ്ട്. രഞ്ജിത്ത് ഇസ്രാലിയുടെ അടക്കം നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇനി വരുന്ന മണിക്കൂർ എന്ന് പറയുന്നത് സുപ്രധാനമാണ്. നമ്മൾക്ക് മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഈ അർജുനെ കണ്ടെത്താം, അർജുന്റെ വാഹനത്തിനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകരുള്ളത്. മേഘന, അതുപോലെ തന്നെ ഈ ലോറി ലൊക്കേറ്റ് ചെയ്താൽ അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം അർജുനെ കണ്ടെത്താനായാലും എയർലിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് സജ്ജമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ISROയുടെ അടക്കം ഒരു സഹായം തേടിയിട്ടുണ്ടെന്നും നമുക്കറിയാൻ കഴിയുന്നു. കാരണം ഉപഗ്രഹ ചിത്രങ്ങളടക്കം ലഭിക്കുക ആണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി തെരച്ചിലിന് കുറച്ചുകൂടി നമുക്ക് ഹെൽപ്ഫുള്ളായി മാറും എന്നുള്ളൊരു സാധ്യത കൂടി മുന്നോട്ട് വെക്കുന്നില്ലേ? തീർച്ചയായും ശ്രുതി, അവിടെ സുരക്ഷാ സേനയും അല്ലെങ്കിൽ NDRFും SDRFും നേവി, ആർമി സംഘങ്ങളടക്കം സർവ്വസജ്ജമാണ്. ഏതെങ്കിലും തരത്തിൽ അർജുനെയോ അല്ലെങ്കിൽ വാഹനാവശിഷ്ടങ്ങളോ കാണുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ള, ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് തിരച്ചിലാണ് നടക്കുന്നത്. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കണ്ടുകിട്ടുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം അടക്കം യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തരമായി ചെയ്യാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥ തന്നെയാണ്. മാത്രമല്ല
മാത്രമല്ല ഇതിൽ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ ഒരു ലൊക്കേഷൻ, അർജുൻ വാഹനം പാർക്ക് ചെയ്തിരുന്ന ലൊക്കേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 20% മാത്രമാണ് വാഹനം മാറ്റി അല്ലെങ്കിൽ മണ്ണ് മാറ്റാനുള്ളത്. ഈ മണ്ണ് മാറ്റേണ്ട 20%-ത്തിലാണ് ഈ അർജുന്റെ വാഹനം പാർക്ക് ചെയ്തത് എന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. അർജുനെ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് കണ്ട ദൃക്സാക്ഷികളടക്കം അവിടെയാണ് അർജുന്റെ വാഹനം പാർക്ക് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ കുന്നിടിഞ്ഞ് ഈ വാഹനം മണ്ണിനടിയിലേക്ക് പൂണ്ടുപോകാനോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗംഗാവലി നദിയിലേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതകളടക്കം പരിശോധിക്കുകയാണ്. എന്തായാലും ഈ ഒരു ആർമി കൂടി എത്തുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നദിയിലും കരയിലും സമാന്തരമായിട്ടാണ് പരിശോധന നടത്തുന്നത്. ഈ നദിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഈ ലോറി ഡ്രൈവർ അടക്കം അല്ലെങ്കിൽ അവിടെ ആ വഴിയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരടക്കം പറയുന്നത്. ഈ നദിയിലേക്ക് ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയാണ്. മുന്നേ തന്നെ ആ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവറെ മീറ്ററുകൾക്കപ്പുറത്ത് മൃതദേഹം കണ്ടുകിട്ടിയിട്ടും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദി കേന്ദ്രീകരിച്ച്, ഗംഗാവാലി നദി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ബാക്കി കരയിലെ അർജുന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വെറും 20% മാത്രമാണ്. ഈ 20%-ത്തിലാണ് ഈ വാഹനം പാർക്ക് ചെയ്തത് എന്ന് പറയുന്നു. മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ള ചളി പൂണ്ടിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ ഡ്രിഡ്ജിംഗ് നടത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകൾ സുപ്രധാനം എന്ന് പറയാം. കാലാവസ്ഥ അനുകൂലമാകണമെന്നുള്ള ശുഭപ്രതീക്ഷ നമ്മൾക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു അർജുൻ എവിടെ എന്ന ചോദ്യത്തിന്, അർജുന്റെ വാഹനം എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാനാകും. ആ ഉത്തരം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കരസേനയും സ്ഥലത്ത് മേഖലയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ MP രാഘവൻ അടക്കം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മേഘന പറഞ്ഞതുപോലെ തന്നെ 3/4 ഭാഗത്തോളം മണ്ണ് നീക്കം ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്ത് ഇത്രയും സമയമായിട്ടും ഒരു തുമ്പും കിട്ടിയില്ല, ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇനി 20% മാത്രമാണ് മണ്ണ് നീക്കം ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ റഡാറിൽ ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നതും റഡാറിൽ ലോഹഭാഗം തെളിഞ്ഞ സ്ഥലത്ത് മണ്ണ് മാറ്റിയിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ശ്രുതി, ഈ അർജുൻ ഓടിച്ചിരുന്ന വാഹനം എന്ന് പറയുന്നത് 30 അടിയോളം നീളമുള്ള വലിയ 40 ടൺ ഭാരം കയറ്റാവുന്ന ഒരു വാഹനമാണ് അർജുൻ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിഞ്ഞ സമയത്ത് ആദ്യഘട്ടത്തിൽ 2 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ മണ്ണ് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ വാഹനാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തേണ്ട ഒരു സമയമായി. കാരണം അത്രയും വലിയ വാഹനമാണത്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തേണ്ട ഒരു സമയമായി. അത് കണ്ടെത്തുന്നത് തന്നെയാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇനിയുള്ള 20%-ത്തിൽ മാത്രം പ്രതീക്ഷ നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന, അത് ഇന്നലെ രാത്രി തന്നെ റഡാറിന്റെ സിഗ്നൽ ലഭിക്കുകയും ആ റഡാർ സിഗ്നൽ കിട്ടിയ ഭാഗത്താണ് ഇന്ന് രാവിലെ 7:30 മുതൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 7:30 മുതൽ നടത്തിയ പരിശോധനയിലും ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അതിൽ വ്യക്തത വരുന്നില്ല. അതായത് ഏതെങ്കിലും തരത്തിലൊരു അവശിഷ്ടമെങ്കിലും, വലിയ തരത്തിൽ ഭാരം കയറ്റി വരുന്ന വാഹനമാണ്, അതുകൊണ്ട് ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മരത്തടികളടക്കം എവിടെയെങ്കിലും കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ നദിയിൽ പൊങ്ങിക്കിടന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും വ്യക്തമാകുന്നില്ല. വ്യക്തമാവാത്തത് തന്നെയാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. അതിൽ പ്രദേശവാസികളാണ്, ആ പ്രദേശത്തെക്കുറിച്ചും മേഖലയെക്കുറിച്ചും ഏറെ പരിചയമുള്ള പ്രദേശവാസികളും പങ്കുവയ്ക്കുന്നത്. അവിടെ ഈ ഗംഗാവാലി നദിയുടെ തീരത്ത് 3 വീടുകളുണ്ടായിരുന്നു. ഈ 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ സ്ത്രീയുടെ അടക്കം മൃതദേഹം മുന്നേ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അർജുൻ അടക്കമുള്ളവർ നദിയിലൂടെ ഒഴുകിപ്പോയി ഏതെങ്കിലും തരത്തിൽ ആ തരത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക കൂടി രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നു. എന്തായാലും കരയിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ ചെറിയ ശതമാനം മാത്രമാണ്. അവിടെ ഡ്രിഡ്ജിംഗ് നടത്തിക്കൊണ്ട് ഒരു പരിശോധനയ്ക്കാണ്. അത് ഒരു മണിക്കൂറിൽ തന്നെ അത് പൂർത്തിയാകും. അത്ര പോലെ മാത്രമേ മണ്ണ് അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് സുപ്രധാനമാണ്. ഈ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കിട്ടിയിട്ടുള്ള ആ സ്ഥലത്ത് ദാപ്പ കേന്ദ്രീകരിച്ച്, പണ്ട് ദാപ്പ നിന്നിരുന്ന അർജുൻ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം നടക്കാനുള്ളത്. അത് പ്രതീക്ഷ നൽകുന്നു. പക്ഷേ പ്രതീക്ഷയുടെ അളവ് എന്ന് പറയുന്നത് വെറും 20% മാത്രമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇത് കണ്ടെത്താനാകും. പക്ഷേ അർജുൻ ജീവനോടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായി അടക്കം ചിന്തിക്കുമ്പോൾ അർജുൻ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. 6 ദിവസമാണ് പിന്നിടുന്നത്. ഈ ബെൻസിന്റെ അടക്കം പ്രത്യേകതകളും ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളും ഒക്കെ പറയുമ്പോൾ
6 ദിവസവും 126 മണിക്കൂറും പിന്നിടുമ്പോൾ അർജുൻ ജീവനോടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, അത് വലിയ ആശങ്ക അർജുനെ കാത്തിരിക്കുന്നവർക്കിടയിലുണ്ട്, അർജുന്റെ കുടുംബത്തിനുണ്ട്. എന്തായാലും ശുഭപ്രതീക്ഷയോടെ ഈ കരസേന എത്തുന്നതോടുകൂടി, ആർമി എത്തുന്നതോടുകൂടി ഒരു പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലൊരു അർജുൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അർജുനെ കാത്തിരിക്കുന്നവരുള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ അത്രയും വേഗത്തിലാണ്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ അർജുനെ കാണാതായ സമയത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കാത്തത്, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനമോ തെരച്ചിലോ നടക്കാത്തത് വലിയ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾക്ക് അപ്പുറത്തേക്ക് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക, അർജുനോടൊപ്പം ഒരു കുടുംബം കൂടി ഈ മണ്ണിനടിയിൽ, കാറിൽ സഞ്ചരിച്ചിരുന്ന കുടുംബം കൂടി മണ്ണിനടിയിൽ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അർജുൻ അടക്കമുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും രക്ഷാസേന ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ ഈ ജില്ലാ ഭരണകൂടത്തിനപ്പുറത്തേക്ക് മലയാളി ദൗത്യ സംഘം ഉൾപ്പെടെ രഞ്ജിത്ത് ഇസ്രയേലി അടക്കമുള്ള സ്ഥലം MLA അടക്കമുള്ളവരാണ് ഇപ്പോൾ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തകർ ശുഭപ്രതീക്ഷ കൈവിടുന്നില്ല. മേഘന, അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് നീക്കം വളരെ വേഗത്തിലാക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി കൂടുതൽ ഈ പ്രവർത്തനം ഊർജിതമാക്കാനുള്ള ഒരു ശ്രമവും കൂടി നടക്കുമല്ലോ. അതുപോലെ തന്നെ ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകരെ അടക്കം മാറ്റുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായും ഇപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നിന്നിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ സുരക്ഷ അടക്കമുള്ള, അല്ലെങ്കിൽ പ്രോട്ടോകോൾ അടക്കമുള്ളവ മുന്നോട്ട് വെച്ചിട്ടാണ് കാർവാർ SP M നാരായണ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല പ്രദേശത്ത് ഒരു 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുവഴി ഈ ഒരു മറ്റ് ഈ ജനങ്ങൾക്കുള്ള ഒരു പ്രവേശനം ഇവിടെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. മറിച്ച് ഈ രക്ഷാപ്രവർത്തകരും NDRF-ഉം SDRF-ഉം ഇപ്പോൾ ആർമിയും അടക്കമുള്ള സംഘം മാത്രമാണ് അവിടെ വിപുലമായ പരിശോധന നടത്തുന്നത്. അതിൽ മറ്റൊരു കാര്യം, സിദ്ധരാമയ്യയും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സിദ്ധരാമയ്യ ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ളൊരു നീക്കം മാത്രമല്ല, എത്രയും അടിയന്തരമായി ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ ദ്രുതഗതിയിൽ, വേഗതയിൽ ഈ പ്രവർത്തനം നടത്താനുള്ളൊരു നിർദ്ദേശം ഈ തെരച്ചിൽ സേനയ്ക്കടക്കം, രക്ഷാദൗത്യത്തിനടക്കം സിദ്ധരാമയ്യ നൽകിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നടക്കമുള്ള മന്ത്രിമാരടക്കം MP-മാരടക്കം ഈ ഒരു സ്ഥലത്തേക്ക്, മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കണമെന്നുള്ളതാണ്. അതിൽ തന്നെയാണ് എല്ലാവരും പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ്. മാത്രമല്ല ഇതിൽ ഈ സുരക്ഷാ സേനയും ആർമിയും അടക്കമുള്ളവർ പ്രവർത്തനം ഏകോപിപ്പിക്കുമ്പോൾ ഈ വരുന്ന മണിക്കൂർ എന്ന് പറയുന്നത് സുപ്രധാനമാകും. കാലാവസ്ഥ അനുകൂലമാകണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ, അത് അർജുൻ ശുഭപ്രതീക്ഷയോടെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മന്ത്രിമാരടക്കമുള്ളവർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധനകൾ ഏകോപിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ടായിരുന്നു. ഈ ഹർജിയിൽ പറയുന്നത് കേരള, കർണാടക സർക്കാരുകൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ്, അടിയന്തരമായി ഈ പ്രവർത്തനം ഏകോപിപ്പിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഈ ഹർജിയും പരിഗണിക്കുകയാണ്. അങ്ങനെ പല ഭാഗത്തു നിന്ന്, കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്ന്, നാനാഭാഗങ്ങളിൽ നിന്ന് ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ 1% അർജുനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിനുള്ള സാധ്യതകളാണ് ഈ രക്ഷാപ്രവർത്തകരും ആർമിയും അടക്കമുള്ളവർ തേടുന്നത്. എന്തായാലും ഇനി വരും മണിക്കൂറിൽ വളരെ നിർണായകമാണ്. എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് സൈന്യത്തിൽ തന്നെയാണ്. അർജുനെ ജീവനോടെ തിരിച്ച് കിട്ടും എന്നതിനുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 6ാം ദിവസവും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സൈന്യം സ്ഥലത്തെത്തിയിട്ടുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. റഡാറിൽ ലോറിയുണ്ടെന്ന് റഡാറിൽ സൂചന ലഭിച്ചതിനെ തുടർന്നുണ്ടായ ആ സ്ഥലത്താണ് ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഡാറിൽ ലോഹഭാഗം തെളിഞ്ഞ ഭാഗത്തുള്ള മണ്ണ് മാറ്റി പരിശോധന തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെയുണ്ട്. കാലാവസ്ഥയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശക്തമായ മഴയാണ് അവിടെ അനുഭവപ്പെടുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിനിടയിലും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ്. 40 അംഗ സംഘമാണ് ബൽഗാവിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അവരുടെ പ്രവർത്തനമാണ്. NDRF സംഘം പുഴയിൽ മുങ്ങി പരിശോധന നടത്തുന്നുണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അടക്കം കണ്ടെത്തുകയാണെങ്കിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് സ്ഥലത്ത് പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തെരച്ചിലിന് ISROയുടെ സഹായം കൂടി തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജനപ്രതിനിധികളും MK രാഘവൻ MP അടക്കം സ്ഥലത്ത്
നേതൃത്വം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ ഇതുവരെ നടത്തിയ NDRF സംഘവുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് സൈന്യത്തിൻ്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മണ്ണിൻ്റെ ഘടന, അതുപോലെ തന്നെ കാലാവസ്ഥ, കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, റഡാറിൽ കണ്ട വസ്തു, ഇതൊക്കെ അനുസരിച്ചാണ് പരിശോധന മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്.